നമസ്കാരം, ഞാൻ മിനി ഡൊമിനിക് ഫ്രം പുണോളയിൽ സിൽക്സ്. ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മളുടെ ഓർണമെൻറ്റ് സെക്ഷനിലാണ്. ചെറിയ ചെറിയ നമ്മളുടെ ഇമിറ്റേഷൻസിൻ്റെയൊക്കെ കളക്ഷൻസാണ്. നമ്മൾ പുതുതായിട്ട് തുടങ്ങിയിരിക്കുന്ന കളക്ഷനാണ്. എല്ലാം തന്നെ പുതിയ ട്രെൻഡി ആയിട്ടുള്ള നിറയെ കളക്ഷൻസ് യങ്സ്റ്റേഴ്സിനെ പറ്റിയിട്ട്, പിന്നെ നമ്മുടെയൊക്കെ ഏജിലൊരു 30+ ആയിട്ട് വന്നിട്ട്, അപ്പം മാറി മാറി നമ്മളുടെ ഓർണമെൻറ്റ്സ്, സാരി കോസ്റ്റ്യൂം സെറ്റ് ചെയ്യുമ്പോൾ തന്നെ സാരിക്ക് മാച്ച് ചെയ്യുന്ന മാലകൾ, അങ്ങനെ NRIs, നമ്മളുടെ റെഗുലർ കസ്റ്റമേഴ്സൊക്കെ ഇങ്ങനെ നിറയെ എൻക്വയറി ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ പറ്റിയിട്ടുള്ള ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാനൊക്കെ ഇടുന്ന ആ ഒരു കോൺസെപ്റ്റിൽ വന്നിട്ടുള്ള കളക്ഷൻസാണ്. ഒരുപാട് എൻക്വയറി ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു കൊറിയൻ കളക്ഷൻസാണ്. സിൽവറിൽ വന്നിട്ട് ഡബിൾ ലെയറായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കോപ്പർ ഉണ്ട്, സിൽവർ ഉണ്ട്. ഒരു നല്ല ക്വാളിറ്റിയാണ് ഇതിന്, നല്ല ലാസ്റ്റിംഗ് കിട്ടുന്ന കൊറിയൻ ഓർണമെൻറ്റ്സ് ആണ്. ഇതൊക്കെ ഇമ്പോർട്ടഡ് ടൈപ്പാണ്. ഒരുവിധമൊക്കെ നമ്മളുടെ ഒരു കളക്ഷൻസിൽ ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ ഒരു ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള കളക്ഷൻസാണ്. എല്ലാം തന്നെ നമ്മളുടെ ഞാനിങ്ങനെ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് പോയപ്പോൾ വന്ന ഹാൻഡ് പിക്ഡ് ഐറ്റംസാണ്. ചെറിയ ചെറിയ കളക്ഷൻസിൽ തന്നെ വളരെ റയർ ആൻഡ് യുണീക്കായിട്ടുള്ള നമ്മളുടെ വൈറ്റ് ഗൗണിന് പറ്റിയിട്ട്, ബ്രൈഡിന് പറ്റിയിട്ട്, അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സ് കുട്ടികൾക്ക് പറ്റിയിട്ട്, ഈ യങ്സ്റ്റേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഞാൻ പർച്ചേസിന് പോയപ്പോൾ മോള് കൂടെ ഉണ്ടായിരുന്നു. അവളും കൂടെ ചൂസ് ചെയ്ത് വന്നിട്ടുള്ള നിറയെ കളക്ഷൻസ് ഉണ്ട്. നിർമ്മലും നിഷാന്തും എല്ലാവരും കൂടെ ചേർന്ന് വന്ന് അവരുടെയൊക്കെ ആ ഒരു മൈൻഡ് സെറ്റിങ്സിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ എൻ്റെ ഒരു കോൺസെപ്റ്റ് ആയിരിക്കില്ല യങ്സ്റ്റേഴ്സിന് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന നിറയെ കളക്ഷൻസാണ്. ഇതെല്ലാം തന്നെ നമുക്ക് യങ്സ്റ്റേഴ്സിൻ്റെയൊക്കെ ഒരു ഇതൊക്കെ വരുന്നത് ഒരു കോയിനും എല്ലാം ഡബിൾ ചെയിനാണ്. ഇങ്ങനെ വന്നിട്ടുള്ള ഓരോരോ കളക്ഷൻസൊക്കെയാണ്. ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് 370 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 370. കൊറിയൻ കളക്ഷൻസ് ആയതുകൊണ്ടാണ് ഇതിന് ഈ ഒരു പ്രൈസ് കയറി വന്നത് 350. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ നന്നായിട്ട് പർച്ചേസ് ചെയ്തായിരുന്നു. ഇത് എല്ലാവർക്കും തന്നെ ഇങ്ങനെ സിമ്പിൾ ആൻഡ് എലഗൻറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഡബിൾ ലെയറായിട്ട് വന്നിട്ട് നല്ല ഭംഗിയായത്. ഇത് നമ്മളിങ്ങനെ ഇട്ട് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരണേ. ഇത് വരുന്നത് കോപ്പറിൽ വന്നിട്ടുള്ളൊരു കളക്ഷനാണ്. ഇതിങ്ങനെ ഒരു സിംഗിൾ ചെയിൻ. ഞാനിപ്പോൾ ഇട്ടതിൻ്റെ തന്നെ കോപ്പറിൽ, ഇത് സിൽവറാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ഒരു കോൺസെപ്റ്റാണ്. ഇതിൻ്റെ ബ്ലാക്കാണ് താഴെ വരുന്ന ഒരു മെറ്റൽ. ഇതും യങ്സ്റ്റേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ഇപ്പം ഇങ്ങനെ കുട്ടികൾക്കൊന്നും ഗോൾഡിനോട് ഒരു താല്പര്യമില്ലാത്തൊരു യുവതലമുറകളാണ്. ഇതിങ്ങനെ വരുന്നു. ഡബിൾ ലെയറാണ് ലോക്കറ്റ് വരുന്നത്. ഈ ഒരു കോൺസെപ്റ്റിൽ വരും. ഇതും അങ്ങനെ തന്നെ. ഇത് കോപ്പർ ഫിനിഷിലാണ്. നല്ല ക്വാളിറ്റിയാണ് ഇതിന്, നല്ല ലാസ്റ്റിങ്ങും കിട്ടും. ഇത് വീണ്ടും ഇങ്ങനെ നെക്കിൽ പതിഞ്ഞ് കിടക്കുന്ന ടൈപ്പിൽ ഒരു ബട്ടർഫ്ലൈയുടെ ചെറിയ ഒരു കോപ്പറിൽ തന്നെ വന്നിട്ട് ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് 390 ആണ്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഗോൾഡൻ ട്രഡീഷണൽ ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് കാണിക്കാം. ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ സാരിക്കൊക്കെ ചേർന്ന് പോകുന്ന കളക്ഷൻസ്, പിന്നെ അല്ലെങ്കിൽ തന്നെ ഒരു റെഗുലർ യൂസിനും പറ്റിയിട്ടുള്ള പേളിൻ്റെ മാലകൾ, കരിമണി മാലകളുടെയൊക്കെ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു. അതും കാണിക്കാം. പിന്നെ പാർട്ടി വെയർ ആയിട്ടുള്ള റോസ് ഗോൾഡ്, അതിൻ്റെ കളക്ഷൻസ് ഉണ്ട്. സിൽവർ കളക്ഷൻസ് ഉണ്ട്. എല്ലാം തന്നെ AD സ്റ്റോൺ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള ആണ്. കാരണം നമ്മളിപ്പോൾ ഒരു യൂസേജ് കഴിയുമ്പോഴേക്കും അങ്ങ് പെട്ടെന്ന് കളർ പോകുന്നതല്ല. ഇത് ഞാനും ഇങ്ങനെ ഒത്തിരി സാരികളുടെയൊക്കെ കൂടെ ഉപയോഗിച്ച് പോയതാണ്. ഇതൊക്കെ ഒരു ബ്ലാക്ക് സ്റ്റോൺ വന്നിട്ട്
ആൻറ്റിക് കളറിലാണ്. ഇതാണ് സ്റ്റഡ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1300 ആണ്. ആൻറ്റിക് കളറിൽ അതിൻ്റെ തന്നെ ഒരു കുങ്കും റെഡിൽ വന്നിട്ടുള്ള റൂബിയല്ല, ഒരു എന്താ പറയുക, ഇത് ഒരു കുങ്കും റെഡ് വന്നിട്ടുള്ള ഒരു സ്റ്റോണാണ്. ഇതിൻ്റെ പേസ്റ്റൽ ഒരു കളർ വന്നത് ഗോൾഡ് ആൻഡ് ഗോൾഡ് തന്നെ ഈ ഒരു ഫിനിഷിൽ വന്നിട്ട്, ഇതെല്ലാം കുന്തൻ സ്റ്റോണും ഒരു ഇങ്ങനെ ഒരു ഗോൾഡൻ മോട്ടീഫും കൂടെ പോലെ വന്നിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസാണ്. ഇത് വീണ്ടും ഒരു നമുക്കിങ്ങനെ നെക്ക് ലൈനായിട്ട് ഇങ്ങനെ പതിഞ്ഞ് വന്നിട്ടുള്ളൊരു വെക്കാൻ പറ്റിയതാണ്. എമറാൾഡ് ഗ്രീനും റൂബിയും കൂടെ. ഇത് ശരിക്കും റൂബി സ്റ്റോണാണ്. ഇത് നമുക്ക് നെക്കിലിങ്ങനെ ഇപ്പം എല്ലാം നമുക്ക് നെക്കിൽ ചേർന്ന് പോകുന്ന ഒരു തരം കളക്ഷൻസാണ്. ഇതാ ഇങ്ങനെ വരുന്നു. ഇതിൻ്റെ ചെറിയ ജിമുക്കയാണ് ഇതിന് ചേർന്ന് പോകുന്നത്. നല്ല ഭംഗിയുണ്ട്, വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ഓപ്പൺ ചെയ്തതാണ് ജിമുക്ക. ഗ്രീൻ ഓപ്പൺ. ഇതാണ് ചെറിയ ജിമുക്ക. നല്ല ഭംഗിയുണ്ട്, വളരെ ക്യൂട്ടാണ്. ഒത്തിരി ഹെവി ഫീലും ഇല്ല. ഒരു ആൻറ്റിക്ക് അധികം അങ്ങനെ ഗോൾഡിൻ്റെ ഒരു ചെറിയ മാറ്റ് ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ളതാണ്. ഇത് അതിൻ്റെ തന്നെ ഒരു ബ്ലൂ, നേവി ബ്ലൂ ആ ഒരു കളറിൽ വന്നിട്ടുള്ളത്. ഇതാണ് ആ കുഞ്ഞു ജിമുക്ക വരുന്നത്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ഇന്ദ്രനീലം, അത് തന്നെ അതിന് ചേർന്ന് അതിൻ്റെ കോപ്പി ആയിട്ട് വരും. എല്ലാ ഇമിറ്റേഷൻസാണ്, പ്രൈസും കുറവാണ്. ഇത് മറ്റേ എമറാൾഡ്, ഇത് എമറാൾഡ് വന്നു. ഇത് വീണ്ടും നമുക്ക് സ്റ്റോൺ വെച്ച് മാത്രം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ള AD സ്റ്റോണാണ്. ഒരു മാറ്റ് ഫിനിഷിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റഡാണ് ഇതിൻ്റെ ചെയിൻ ഇതായിട്ട് വരുന്നത്, കമ്മലായിട്ട് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1000 ആണ്. അധികം ഓവറായിട്ടുള്ള തിളക്കമില്ലാതെ തന്നെ ഇത് 2 സ്റ്റഡ്, ഇതാണ് ചെയിൻ വരുന്നത്. ഇത് 1000 റുപ്പീസാണ്. നെക്സ്റ്റ് ഒരു ചോക്കർ പോലെ ഇങ്ങനെ വന്നിട്ട് ഇതാണ് വരുന്നത് ചെയിൻ, സ്റ്റഡ്. ഇത് കുഞ്ഞു ജിമുക്ക, AD സ്റ്റോൺ, വൈറ്റ് സ്റ്റോൺ അല്ല, ഒരു ഗോൾഡൻ ഫിനിഷ് തന്നെ വന്നിട്ടുള്ള ഒരു യെല്ലോയിഷ് ആ ഒരു കോമ്പിനേഷൻ. നമുക്കിങ്ങനെ ഏതെങ്കിലുമൊക്കെ പാർട്ടിക്കൊക്കെ നിൽക്കുമ്പോൾ നല്ല ഒരു ഷൈനിങ് ആയിട്ട് വന്നിട്ട് ചെറിയ ജിമുക്കയാണ്. ഓവറായിട്ടുള്ളൊരു തിളക്കവും ഇല്ല. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 100. ഇങ്ങനെ ചോക്കർ പോലെ വന്നോളൂ. കുറച്ച് കയറ്റി വെച്ച് നമ്മളിങ്ങനെ ബാങ്കിൽ സെറ്റ് ചെയ്തെടുത്താൽ, ചെയിൻ സെറ്റ് ചെയ്തെടുത്താലും നല്ല ഭംഗിയായിരിക്കും. 3 ലെയറായിട്ട് കുന്തൻ സ്റ്റോണിൽ തന്നെ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ്. ഇത് നമുക്കിപ്പോൾ ഒരു നല്ല പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. കാരണം ഇതൊരു 3 ലെയറിൽ ബ്രൈഡ്സിനും അങ്ങനെ വരുന്ന ആ ഒരു കോൺസെപ്റ്റിൽ സിംഗിളായിട്ട് അതുപോലെ തന്നെ ഹെവിയാണ്. അതിൻ്റെ തന്നെ കമ്മലാണ് ഈ വരുന്നത്. ഇതാണ് അതിൻ്റെ കമ്മൽ വരുന്നത്. ചെറിയ ജിമുക്കയാണ്. പിന്നെ ഇപ്പം നമുക്കായാലും ഒരു നല്ല പാർട്ടിക്ക് പോകുമ്പോൾ ഒരു സാരിയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ വരുന്നത് നല്ലൊരു ചേർന്ന് പോകുന്ന ടൈപ്പാണിത്. പിന്നെ വരുന്നത് നമുക്ക് ലോങ് ചെയിനാണ്. ലോങ് ചെയിനിലേക്ക് വരുമ്പോഴേക്കും ഇത് കണ്ടോ, ഇതൊരു ഷുഗർ ബീഡ് പോലെ ഇങ്ങനെ വന്നിട്ട് റോസ് കളറിൽ വന്നിട്ടുള്ളൊരു സ്റ്റോണാണ്. ഇത് നമുക്ക് സാരിയൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ ഒരു നല്ല സാരിയൊക്കെ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ, ഇത് എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ്, സിനി. അപ്പം ഇപ്പോൾ കണ്ടോ, ഇത് നമ്മളുടെ ഓരോരോ കാഷ്വൽ യൂസിലൊക്കെ
നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ഇങ്ങനെ സിമ്പിളാണ്. ഒരൊറ്റ ചെയിനിൽ തന്നെ ചെറുതായിട്ടുള്ള റോസ് കളറിൽ, ഇതൊരു ബേബി പിങ്ക് ആ ഒരു കളറിലേക്കാണ്. ഇതിന് 1250 ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരണേ. ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ് ഇത് വരുന്നത്. സിമ്പിളായിട്ട് വരും. നമുക്ക് സാരിയുടെ കൂടെ യൂസ് ചെയ്യാം, ഏതെങ്കിലുമൊക്കെ പേളിൻ്റെ സ്റ്റഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് യൂസ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് വരുന്നത് കരിമണിമാല. ഇതൊക്കെ നല്ല എൻക്വയറി ഉണ്ട്. ഇതിനൊക്കെ വളരെ പ്രൈസും കുറവാണ്. 480 ആണ് പ്രൈസ് വരുന്നത്. സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്നതാണ്. എല്ലാം വെച്ച് നമ്മളങ്ങനെ ഇടുമ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു ഭംഗി വരണത്. 480 ആണ് വരണേ. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പിൽ ഒരു നല്ല ബ്രാൻഡാണ് ഇതിന്. ഇതും അതുപോലെ തന്നെ പേൾ ആൻഡ് ഗോൾഡ്. ഇത് നല്ല എൻക്വയറി ഉണ്ട്. ഇത് ഞാൻ 1-2 വീഡിയോസിലൊക്കെ ഇങ്ങനെ ഇട്ട് ചെയ്തപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചസ് ചോദിച്ചായിരുന്നു. ചെറിയ പഞ്ചസാര കളറിൽ, പഞ്ചസാര മുത്തല്ല, അങ്ങനെയല്ല, ഒരു ചെറിയ പേളും മറ്റേ നമ്മുടെ പ്യുവർ ഗോൾഡിൽ വരുന്ന ഈ ചക്കപ്പാറ മുത്തിൻ്റെ തന്നെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ളൊരു ഫോമാണ്. ഇതൊരു 6 ലെയറാണ് ഈ മാല വരണേ. ഇത് കണ്ട, ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ സാരിയൊക്കെ സെറ്റ് ചെയ്ത് പോകുമ്പോൾ നല്ലൊരു ഗോൾഡൻ സ്റ്റഡും ഈ മാലയും കൂടെ ചേർന്ന് വരുമ്പോഴും നല്ല ഭംഗിയുണ്ടാവും. അതിൻ്റെ തന്നെ ഇത് വരുന്നത് റൂബി. ഇന്നിപ്പം സിനി ഒരു സാരിയാണ് സെറ്റ് ചെയ്തായിരുന്നെങ്കിൽ കൂടുതൽ സുന്ദരിയായേനെ. ഇതും നല്ല ഭംഗിയുണ്ട്. ശരിക്കും റൂബിയാണ് ഇത്. വൈറ്റ് പേൾ വൈറ്റും ഗോൾഡും കൂടെ വന്നിട്ട് ഇത് നമുക്ക് ഇങ്ങനെ വരുന്നത്. പിന്നെ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കളക്ഷനാണ്. ഇത് നമ്മളുടെ ഇമ്പോർട്ടഡ് ടൈപ്പാണ്, കൊറിയൻ. ഇതിങ്ങനെ വരുന്നു 1 ലെയറായിട്ട് വരുമ്പോഴേക്കും. എന്നിട്ട് പിന്നെ ഈ ലോക്കിൻ്റെ ഉള്ളിലാണ് ഇത് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരു ചെയിനായിട്ട് ഇങ്ങനെ കിടക്കും. ഇതാ ഇങ്ങനെ വരുന്നു. ഇതിങ്ങനെ ചെറിയ കുട്ടികൾക്കൊക്കെ യങ്സ്റ്റേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള വളരെ ക്യൂട്ടായിട്ടുള്ളൊരു കളക്ഷനാണ്. ഇത് വീണ്ടും ഒരു 6 ലെയറിൽ വന്നിട്ടുള്ള ഇതൊരു സ്റ്റോണാണ്. ഒരു ബ്രൗൺ കളറിലേക്ക് അത് കാണിച്ചു. നെക്സ്റ്റ് നമ്മളിപ്പം കാണിച്ചത് തന്നെ വൈറ്റ് പേള്, എഡി സ്റ്റോൺ, ഒരു ചെറിയ ലോക്കറ്റും വിത്ത് പേള്. ഇതൊക്കെ ഇങ്ങനെ ഒരു പുതിയ കളക്ഷൻസാണ്. എല്ലാം ഒരു കൊറിയൻ കളക്ഷനാണ്, ഇമ്പോർട്ടഡ് ടൈപ്പാണ്. ഇത് കരിമണിമാലയുടെ തന്നെ ഒരു പുതിയ, ഇതിൻ്റെ ബാക്കിലാണ് ഇതിൻ്റെ ലോക്ക് വരുന്നത്. ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് 730. ഇതും നല്ല ഭംഗിയുണ്ട്. ക്രിസ്റ്റലും പേളും കൂടെ ചേർന്നിട്ട് ഒരു റോസ് ഗോൾഡ് ചെയിനും 2-3 ലെയറൊക്കെ ആയിട്ട് യങ്സ്റ്റേഴ്സിനൊക്കെ നല്ല, ഇതിൻ്റെ ആരാധകർ ഒരുപാട് നമുക്കിവിടെ സ്ഥിരം കുട്ടികളുണ്ട്. ഇങ്ങനെ വരുന്നു. 730 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് ചെറുതായിട്ട് വന്നിട്ടുള്ളൊരു വൈറ്റ് പേള്, താഴെയാണ് ഇതിൻ്റെ ഒരു ഉണ്ടമുത്ത്, എഡി സ്റ്റോൺ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 470. നല്ല റേഞ്ചാണ്. ഇത് വീണ്ടും ഒറ്റ ചെയിനായിട്ട് വന്നിട്ടുള്ള പേൾ ആൻഡ് ഗോൾഡ്. ഇതിൻ്റെ പ്രൈസ് 260, 1 ലെയറാണ്. ഇത് വീണ്ടും ഒരു ഇമ്പോർട്ടൻ്റ് ടൈപ്പ് പേള്. ഇത് നല്ല പേളാണ്. ഹൈദരാബാദി പേളെന്ന് ഞാൻ പറയില്ല, പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള പേളാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 870 ആണ്. ഇതിൻ്റെ ലോക്കറ്റിലോട്ട് ഇതാ ഇങ്ങനെ ഒരു റെഡ് ഒരു ഹാർട്ടിൻ്റെ സൈൻ പോലെ ഇങ്ങനെ വന്നിട്ട് നല്ല ഭംഗിയായി. ഇതൊക്കെ ഇങ്ങനെ ഒരു സ്റ്റൈലിലാണ് ഇടുന്നത്. വീണ്ടും ഒരു എക്സ്ക്ലൂസീവ് കളക്ഷൻ.
പേള്. ഇതാ ഇങ്ങനെ വരുന്നു. വലിയ പേളും ചെറിയ പേളും കൂടെ മദർ പേൾ. ഇതിൽ തന്നെ നല്ല വീണ്ടും ഒരു ഭംഗിയുള്ള കളക്ഷൻ. ചെറിയ കമ്പി സ്റ്റോണും അതിൻ്റെ തന്നെ ഒരു നാച്ചുറൽ സ്റ്റോണും കൂടെ വന്നിട്ട്, കമ്പി ചെയിനാണ് ഗോൾഡിൻ്റെ, അതിൻ്റെ ഒരു ചെയിൻ. അതുപോലെ തന്നെ ഈ ഒരു കളർ വരുന്നത് നാച്ചുറൽ സ്റ്റോൺ. എല്ലാം നല്ല ഹെവി ക്വാളിറ്റി ഉള്ള ടൈപ്പാണ്. ഇത് പേളിന് ചെറിയൊരു ബട്ടർഫ്ലൈ കളക്ഷൻ. ഇതാ ഇവിടെ ഒരു ബട്ടർഫ്ലൈ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഈ ഒരു ലോക്കിംഗ് സിസ്റ്റമാണ്. ഇതാ ഇങ്ങനെ വരുന്നു. ഇത് വരുന്നത് 1100 ആണ്. കാരണം ഇത് ഫുൾ പേളും ഒറിജിനൽ പേളും ആ ഒരു ഗോൾഡൻ സ്റ്റോണും ഇങ്ങനെയാണ് ഇത് വരുന്നത്. നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഇതാ ഈ ഒരു കളക്ഷൻ. ഇങ്ങനെ വരും. ഇത് വീണ്ടും ഒരു ചെറിയ പേൾ വിത്ത് ഇതാ ഒരു കുഞ്ഞി ബട്ടർഫ്ലൈ. നമ്മുടെ വീഡിയോ കാണുന്നത് ഓൾമോസ്റ്റ് അമ്മമാരായിരിക്കും. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കും പേരക്കിടാങ്ങൾക്കും ഒക്കെ പറ്റിയിട്ടുള്ള കളക്ഷനാണ്. ഇതാ ഇത് വീണ്ടും ഒരു പേൾ ആൻഡ് ഗോൾഡ്. സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ള കളക്ഷൻസാണ്. ഇതിങ്ങനെ വരുന്നു. ചെറിയ ഒരു ലോക്കറ്റായിട്ട് വന്നിട്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 670 ആണ്. ചെറിയ ലോക്കറ്റാണ്. ഇതാ ഇങ്ങനെ വരുന്നു. ഈ ലോക്കറ്റ് എത്ര ബ്യൂട്ടിഫുൾ ആണെന്നോ. വളരെ സിമ്പിൾ ആൻഡ് മൈന്യൂട്ട്. ഇത് വരുന്നത് ഒരു വലിയ മുത്ത്, പിന്നെ ചെറിയ പേള്. ഇതൊക്കെ നമുക്ക് പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കാഷ്വൽ ആയിട്ടുള്ള, ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഈ വെസ്റ്റേൺ ഡ്രസ്സൊക്കെ ഇടുമ്പോഴേക്കും ആരും ഗോൾഡ് അത്ര യൂസ് ചെയ്യില്ല. കാരണം ഇങ്ങനെ വരുന്ന ഓരോരോ കളക്ഷൻസും നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഇത് വീണ്ടും പേള്, ഒരു സിമ്പിൾ ലോക്കറ്റ്. അങ്ങനെ പെട്ടെന്ന് പെയിൻറ്റ് പോവുകയോ കളറ് പോവുകയോ ചെയ്യുന്ന പേളല്ല, നല്ല ക്വാളിറ്റിയാണ്. അതാണ് ഇത് വീണ്ടും വീണ്ടും എടുത്ത് ഇങ്ങനെ പറയുന്നത്. പ്രൈസും വരുന്നുണ്ട് അതിന് 1100 ആണ്. അപ്പോൾ നമ്മൾ ലോക്കൽ പർച്ചേസ് അല്ല, എല്ലാം തന്നെ ഇമ്പോർട്ടഡ് ടൈപ്പ് ഹാൻഡ് പിക്ഡ് ഐറ്റംസ് ആയിരുന്നു. ഞാൻ എല്ലാം തന്നെ പോയി പർച്ചേസ് ചെയ്തതാണ്. ഒരു റോസ് പേളും ഒരു സിൽവർ ചെയിനും കൂടെ ഇങ്ങനെ വന്നിട്ടുള്ള ഇതാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1100 ആണ്. ഇത് വീണ്ടും ഒരു പേൾ, സിമ്പിളായിട്ടുള്ള പേൾ കളക്ഷൻ. നമുക്ക് സാരിക്ക് മാച്ചായി പോകുന്ന, ഇത്രയും നന്നായിട്ട് പോകുന്ന ഒരു ഓർണമെൻറ്റ്സ് ഇല്ലയെന്ന് തന്നെ പറയാം. കാരണം പേളിന് ഒരുപാട് ആരാധകരുണ്ട്. അതിപ്പം ഇങ്ങനെ വരുന്ന ഓരോരോ കളക്ഷൻസാണ്. സിമ്പിൾ ഒരു ചെറിയ ബട്ടർഫ്ലൈ ലോക്കിംഗ് ആയിട്ട് വന്നിട്ട്, ഇത് നമുക്ക് ലെങ്ത്ത് കൂട്ടി ഉപയോഗിക്കാം കേട്ടോ. ചെറിയൊരു ലോക്കും അതിൻ്റെ ഒരു എക്സ്ട്രാ ചെയിനുമാണ് വരുന്നത്. ഇത് വീണ്ടും ഒരു പേള്, ശരിക്കും നല്ല ക്വാളിറ്റിയുള്ള പേളാണ്. ഹൈദരാബാദി പേളിൻ്റെക്കാളും കുറച്ചും കൂടെ നല്ലൊരു ക്വാളിറ്റിയാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട്. നമ്മൾ ലോക്കൽ പർച്ചേസിൽ വരുന്ന ആ ഒരു ക്വാളിറ്റി അല്ല, വളരെ നല്ലൊരു. അപ്പം അങ്ങനെ പേളിൻ്റെ കളക്ഷൻസ് ഞാൻ ഓൾമോസ്റ്റ് ഇതാണ് വരുന്നത്. ഇനി വീണ്ടും ഇതൊരു പാർട്ടി വെയറാണ്. യെല്ലോ ബോക്സ് എടുത്തത്. ഇത് കണ്ടോ, ഒരു എമറാൾഡ് ഗ്രീനിൽ വന്നിട്ടുള്ള ആ എമറാൾഡ് സ്റ്റോണാണ് വരുന്നത്. ഞാനിതിൻ്റെ 4-5 കളേഴ്സുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോയിലൊക്കെ ഇങ്ങനെ കാണിച്ചായിരുന്നു. ഇതിൻ്റെ ഒരു ഗോൾഡൻ കളറൊക്കെ ഉണ്ടായിരുന്നു. ഇത് വീണ്ടും റൂബി ടു സിൽവർ ആണ്. ഇത് എമറാൾഡ് ഗ്രീൻ ടു സിൽവർ, ഇത് സിൽവർ ടു സിൽവർ. ഇതൊക്കെ നമുക്ക് പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്നതാണ്. കണ്ടോ, നല്ല ഭംഗിയുണ്ട്. AD സ്റ്റോണാണ്, ക്വാളിറ്റിയാണ്, നല്ല ക്വാളിറ്റിയുള്ള ഇമിറ്റേഷൻസ് ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1900 ആണ്. സിൽവർ ടു സിൽവർ AD സ്റ്റോൺ. ഇത് റോസ് ഗോൾഡാണ്.
1720 ആണ്. ചെറിയ ഒരു സ്റ്റഡ് ഹാങ്ങിങ്ങും ചെറിയ ഒരു സിക്സ് ആഗ് പോലെ ഇങ്ങനെ വന്നിട്ടുള്ളൊരു പാറ്റേൺ. അതിൻ്റെ തന്നെ 1800 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതാ ഈ ഒരു ചെയിൻ വരുന്നു. ഇതാണ് സ്റ്റഡ് വരുന്നത്. ഇത് ഒരു മൾട്ടി കളറായിട്ട് വന്നിട്ട് നാച്ചുറൽ സ്റ്റോൺ കളറ്, നാച്ചുറൽ സ്റ്റോണും AD സ്റ്റോണും റോസ് ഗോൾഡിൽ വന്നിട്ട്. ഇതും റോസ് ഗോൾഡാണ്. ചെറിയൊരു ഹാങ്ങിങ്, ഏറ്റവും ചെറുതായിട്ടുള്ള ഒരു ഡ്രസ്ലിംഗ് പോലെ. ഇതിൻ്റെ പ്രൈസ് വരുന്ന ഇത് വീണ്ടും സിൽവർ ടു സിൽവർ, ചെറിയൊരു ഹാങ്ങിങ്ങും റെയിൻ ഡ്രോപ്സ് പോലെ ഇങ്ങനെ വന്നിട്ടുള്ളൊരു ഹാങ്ങിങ് ആണ്. ഇതിൻ്റെ പ്രൈസ് 1240 ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതും 1240 ആണ്. ഇത് വീണ്ടും ഇങ്ങനെ ഒരു ബോൾ പോലെ ഇങ്ങനെ വന്നിട്ട്, ബോളല്ല ഇങ്ങനെ പതിഞ്ഞ് കിടക്കുന്ന ടൈപ്പ്. ഇതൊക്കെ നല്ല പ്രഷ്യസ് ആണ്. ഇത് നമ്മൾ ഇടുമ്പോഴാണ്, നമ്മളിപ്പോൾ നല്ല കാഞ്ചീപുരം സാരിയൊക്കെ ഉടുത്തിട്ടാണ് അതിനോട് ചേർന്ന് പോകുന്ന ജെറി ആയിരിക്കും നമ്മുടെ സാരിയിൽ യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുന്നതൊക്കെ അതുപോലെയുള്ള സാരികൾക്ക് ഇപ്പം ഒരു ലൈറ്റ് ഗോൾഡ്, നമ്മുടെയൊക്കെ കാഞ്ചീപുരം കളക്ഷൻസിൽ, പുണോളിൻ്റെ കാഞ്ചീപുരം സാരികളുടെ കളക്ഷൻസിൽ ഏകദേശം ഈ റോസ് ഗോൾഡ്, കോപ്പർ, ആൻറ്റിക് ഗോൾഡ്, അധികം യെല്ലോ ഗോൾഡ് ഞാൻ അത്രയും സാരിയിലേക്ക് വളരെ കുറവാണ് നമുക്ക് വരിക. ഇതാ കണ്ടോ, ഇതൊക്കെ ശരിക്കും നമുക്ക് ആ ഒരു കാഞ്ചീപുരം സാരികൾക്ക് ചേർന്ന് പോകുന്ന തന്നെ കളക്ഷൻസാണ്. ഇത് വീണ്ടും ഒരു റോസ് ഗോൾഡ് കളക്ഷൻ വിത്ത് മൈന്യൂട്ട് AD സ്റ്റോൺസ് ആണ് ഇതിനെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. പുതിയ കളക്ഷൻസ് വന്നതാണ്. ഇത് 2100 ആണ്. ഈ ഒരു സെറ്റിന് വരുന്ന 1690 ആണ് കേട്ടോ. അപ്പം വീഡിയോ നല്ല സ്ലോവിലാണ് പോകുന്നത്. അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തന്നാൽ മതി. നമ്മളിപ്പോൾ ഇതിൻ്റെ ഇതൊരു സെറ്റായിട്ട് വന്നതാണ്. ചെയിനും എല്ലാം കൂടെ ചെറുതായിട്ടുള്ളൊരു ചെറിയ ഒരു ചെയിൻ. ഇത് റിങ്, ഇത് മാല. ഇതിങ്ങനെ ലോക്കിംഗ് സിസ്റ്റമാണ്. ചെയിൻ കൈ ചെയിനാണെന്ന് തോന്നുന്നു. അതെ, കൈ ചെയിനാണ്. ഇതായി ഒരു ഇതിലേക്ക്, എന്നിട്ട് ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് കയറ്റിയാൽ മതി. നല്ല കളക്ഷനാണ്. ഇത് വീണ്ടും റോസ് ഗോൾഡിലേക്ക് പേസ്റ്റൽ കളർ കയറി വന്നിട്ടുള്ള നാച്ചുറൽ സ്റ്റോൺ തന്നെ ഒരു ADയും റോസ് ഗോൾഡും ഒരു ബ്ലൂ കളറാണ്. ഇത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ്. 1420 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇങ്ങനെ വരുന്നു, ചെറിയ ഒരു റിങ് പോലെ വന്നിട്ട് അതിൻ്റെ തന്നെ കമ്മൽ. 1420 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് വരുന്നു. ഇനിയും നിറയെ നമ്മളുടെ കളക്ഷൻസ് ഒത്തിരിയുണ്ട്. ഞാൻ വീഡിയോ ഒത്തിരി ലെങ്തായി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു ബോറാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഓർണമെൻറ്റ്സിൻ്റെ വീഡിയോസിൻ്റെ കളക്ഷൻസ് നിർത്തുവാണ്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ പുതിയ കമ്മലുകൾ ഇതിൽ തന്നെ ആ കോപ്പറിൽ വന്നതുണ്ട്, സിൽവറിൽ വന്നതുണ്ട്, മൾട്ടി കളർ നാച്ചുറൽ സ്റ്റോൺസ് വന്നതുണ്ട്, ചെറിയ റെയിൻബോ കട്ട് ബീഡ്സ്, ഒരുപാട് നമ്മുടെ കളക്ഷൻസ് ഉണ്ട്. പർട്ടിക്കുലറായിട്ട് ഞാൻ ഇതിൻ്റെ പ്രൈസ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എബ്രോഡൊക്കെ ഉള്ള ഒരുപാട് കസ്റ്റമറുടെ നിരന്തരമായിട്ടുള്ളൊരു എൻക്വയറീസ് ഉണ്ടായിരുന്നു ഓർണമെൻറ്റ്സിൻ്റെ വീഡിയോ കാണിക്കണമെന്ന്. അപ്പോൾ ഞാൻ ഓരോന്നിൻ്റെ പ്രൈസ് പറഞ്ഞിട്ട് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇത് കണ്ടോ, നാച്ചുറൽ സ്റ്റോൺസിൻ്റെ നല്ല മോതിരമാണ് ഇത്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ശരിക്കും നല്ല ഇത് കണ്ടോ, ഇങ്ങനെ വരുന്നു.
ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഓർണമെൻറ്റ്സിൽ എല്ലാം തന്നെ ഹാൻഡ് പിക്കായിട്ട് ഞാൻ പർച്ചേസ് ചെയ്തെടുത്ത ഓരോ കളക്ഷൻസാണ്. അപ്പോൾ അങ്ങനെ ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.